ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ തണുപ്പൻ അവസ്ഥകളെ മാറ്റി നമ്മെ ജ്വലിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. അവിടെ സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനം നൽകും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ അടയാളങ്ങളൊന്നാണ് അഗ്നി എന്നതാണ്. ഈ അഗ്നിയാണ് നമ്മുടെ ഹൃദയങ്ങളിലെ പാപക്കറകളെ ദഹിപ്പിച്ചു കളയുന്നതും ദൈവത്തിൻ്റെ സ്നേഹാഗ്നിച്ചൂട് നമ്മിൽ എന്നും നിലനിർത്തുന്നതും. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നമുക്ക് മടുപ്പും താല്പര്യക്കുറവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഒരു ചെറിയ തീപ്പൊരി വലിയൊരു കാട്ടുതീയായി മാറുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ തണുത്തുറഞ്ഞു പോയ ആത്മീയതയെ വീണ്ടും ജ്വലിപ്പിക്കാൻ പരിശുദ്ധാത്മാവുന്ന അഗ്നിക്ക് സാധിക്കുമെന്ന് നാം തിരിച്ചറിയുക. നമ്മിലുള്ള തിന്മയെയും സ്വാർത്ഥതയുടെയും മാലിന്യങ്ങളെ ദഹിപ്പിച്ചു കളയുവാനും ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശമായി ജീവിക്കുവാനും നമ്മെ ആത്മീയ അഗ്നിയാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദ ബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.